അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഏറ്റവും ഒടുവിലെ ഇര മാത്രമാണ് നിതിൻ. ഇതിനു മുൻപും നമ്മൾ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ട്. അവരുടെ അമ്മമാരൊക്കെ കണ്ണീരൊഴുക്കുകയാണ്. അതുപോലും നമ്മൾ നേരിട്ടിതാപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജാതിയും നിറവും മതവും ഇനി അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും തൊഴിലും ഒക്കെ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ജാതി വെറിയന്മാർ അതിപ്പോഴും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ ആശ്ചര്യമൊന്നുമില്ല, ഒരു ഞെട്ടലുമില്ല. ഇവരുടെയൊക്കെ മുഖം അത് തുറന്ന് കാട്ടുക തന്നെ വേണം. എന്തായാലും ഈ ഒരു നഷ്ടം ആ കുടുംബത്തെ സംബന്ധിച്ച് നികത്താനാവാത്തതാണ്. ഇന്ന് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ പ്രമുഖരുണ്ട്, ആ നാട് മുഴുവനുണ്ട്. നിതിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് കുടുംബം പറയുന്നത്? നിലവിൽ ഈ സംഭവ വികാസങ്ങളെ നമുക്കൊന്ന് പറയുകയാണെങ്കിൽ എന്താണ് അർജുൻ? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം വലിയ രീതിയിൽ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയേറെ വേദന. ആ പറയുന്ന ഓരോ വാക്കുകളും, ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ എത്രമാത്രം ഭീകരമായ ഒരു മരണമാണ് അല്ലെങ്കിൽ കൊലപാതകം തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു സ്റ്റാഫ് റൂമിനെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അഭിസംബോധന ചെയ്യുന്നത് ഈ പറയുന്ന എല്ലാവരും ചേർന്ന് ആക്രമിക്കാൻ വേണ്ടി കഴിയുന്ന ഒരിടം എന്നാണ് ആ വിദ്യാർത്ഥി അതിനകത്ത് പറയുന്നത്. അതായത് കൂട്ടം കൂടി ചേർന്ന് ആ വിദ്യാർത്ഥികളെ ആക്രമിക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള ഒരിടം എന്നാണ് ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റാഫ് റൂമിനെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും എത്രമാത്രം ഭീകരമായ ഒരു കേന്ദ്രമായി ആ സ്റ്റാഫ് റൂമിനെ അവിടെയുള്ള വിദ്യാർത്ഥികൾ കാണുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. എന്തായാലും നിതിൻ പറയുന്ന മറ്റ് ആ ശബ്ദ സന്ദേശത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിതിൻ പറയുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യസ്ഥിതി, സർജറിയെ പറ്റി പറഞ്ഞു പരിഹസിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടെ, അതായത് ഒരു കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി, അവരുടെ ശാരീരിക അവസ്ഥ, അവരുടെ ജാതീയപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, ഇതൊക്കെ പരിഹസിച്ചുകൊണ്ട് അധ്യാപകരാണ് ഇതിനെയൊക്കെ മാതൃകയായി പലപ്പോഴും കാണുന്നത്. പക്ഷേ ഇവിടെ അധ്യാപകർ പോലും അതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വേദനയെ കൊണ്ട് തന്നെയാണ് ഈ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തായാലും കുടുംബവും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് ആദ്യമായി ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങൾ ആദ്യമായി പുറത്തേക്ക് വരുന്നതല്ല. തങ്ങളോട് ഇതിനു മുൻപും ഇത്തരം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി പറയുന്നത്. അത്രമാത്രം വേദന, അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ നിലവിളികൾ എത്രമാത്രം വേദന ഉണ്ട് എന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നതാണ്. കാരണം അത്രമാത്രം ഭീകരമാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലെ അധികൃതർ, അതുപോലെ തന്നെ ഡെന്റൽ കോളേജിലെ അധികൃതരെല്ലാം തന്നെ ഒരു ആഭ്യന്തര അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ പോലീസും സമാന്തരമായി തന്നെ അസ്വാഭാവിക മരണം സംഭവിച്ച ഉടൻ തന്നെ കേസെടുത്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടരന്വേഷണം, അതായത് ആ ഡെന്റൽ കോളേജിലെ CCTVകൾ ശേഖരിക്കേണ്ടതുണ്ട്. അധ്യാപകർ ആരോപണ വിധേയരായി 2 അധ്യാപകരെയാണ് പ്രധാനമായും കുടുംബം പറയുന്നത്. ഒന്ന് അവിടെയുള്ള HOD പ്രൊഫസർ റാം, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു അധ്യാപികയായിട്ടുള്ള ഡോക്ടർ സംഗീത എന്നിവരുടെ പേരാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. അവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ ഇപ്പോഴും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന ഒരു മരണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഒരു കൊലപാതകം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിതിൻ രാജിൻ്റെ സഹപാഠികൾ ആരും തന്നെ ഇപ്പോഴും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അവരുടെയും മാനസികാവസ്ഥ വളരെയധികം വിഷമത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിൻ്റെ ഭാഗത്തുനിന്നുള്ള ആഭ്യന്തര അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറയുമ്പോഴും റോഷ്നി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സമൂഹവും അതുപോലെ തന്നെ അധ്യാപകരും ഇത്തരം കോളേജുകളിലെ അധികൃതരുമൊക്കെ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. ജാതീയമായിട്ടുള്ള അധിക്ഷേപം ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഈ കാലഘട്ടത്തിലും അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രമാത്രം വലുതാണെന്ന് ആ കുടുംബം അനുഭവിക്കുന്ന വേദനയുടെ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. റോഷ്നി, തീർച്ചയായും അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.